ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 സെപ്റ്റംബർ മാസം 1-ാം തീയതി ഞായറാഴ്ച ദിവസം 1200 ആണ്ട് ചിങ്ങമാസം 16-ാം തീയതി ഇന്ത്യൻ തീയതി ഭാദ്രപദ മാസം 10-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:18 അസ്തമയം വൈകുന്നേരം 6:27 നാളത്തെ തിഥി ചതുർദശി തിഥിയാണ്. നാളത്തെ ഉദയാൽപര നക്ഷത്രം ആയില്യ നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രം ആരംഭിക്കുന്ന സമയം ശനിയാഴ്ച രാത്രി 7:41 അവസാനിക്കുന്ന സമയം ഞായറാഴ്ച രാത്രി 9:50 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ആയില്യ നക്ഷത്ര ജാതകരാണ്. ആയില്യ നക്ഷത്രം കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രമാണെന്ന് പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ. ഇനി നാളെ ആയില്യ നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് പ്രതികൂലമായും അനുകൂലമായുള്ള അനുഭവങ്ങൾ വന്നു ചേരുന്നത് എന്നുള്ളത് ചിന്തിക്കാം. നാളത്തെ ദിവസം അനിഴം, തൃക്കേട്ട, രേവതി, അശ്വതി, രോഹിണി, തിരുവാതിര, പൂയം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. അനിഴം, തൃക്കേട്ട, രേവതി, അശ്വതി, രോഹിണി, തിരുവാതിര, പൂയം എന്നീ 7 നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് ചോതി, പുണർദം, മകീരം, കാർത്തിക എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ്. ചോതി, പുണർദം, മകീരം, കാർത്തിക എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത്. ചോതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചുള്ളവരുടെ അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. 6-ാം ഭാവത്തിൻ്റെ രോഗഭാവത്തിൻ്റെ അധിപനായ അല്ലെങ്കിൽ കടബാധിതകളാൽ ഭാരപ്പെടുന്ന ഭാവത്തിൻ്റെ അധിപനായ വ്യാഴം, ശത്രുതകളാൽ ഭാരപ്പെടുന്ന ഭാവത്തിൻ്റെ അധിപനായ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നു. ഏതൊരു ഗ്രഹം അഷ്ടമത്തിൽ നിന്നാലും കഷ്ടത്തെ കൊടുക്കുമെന്ന് ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഈ നാളുകാർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ, പ്രത്യേകിച്ച് രോഗത്താൽ കൂടുതൽ രോഗസാധ്യതയാണ് അവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ രോഗത്താൽ ഭാരപ്പെട്ട് പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഈ നാളുകാർ ചെയ്യേണ്ട കാര്യം എള്ള് കഴിക്കുക. എള്ള്, കറുത്ത എള്ളോ വെളുത്ത എള്ളോ കഴിക്കുക, ചക്കപ്പഴം കഴിക്കുക, അതുപോലെ തന്നെ മാതളനാരങ്ങ കഴിക്കുക. ഇതൊക്കെ അവരുടെ രാശിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിച്ചാൽ ഈ പ്രതിരോധ ശക്തി ഇവർക്ക് വന്നു ചേരും. അതുകൊണ്ട് ദുരിത പ്രയാസങ്ങളിൽ അവർക്ക് ഒരു പരിധി വരെ രക്ഷപ്പെടുവാൻ കഴിയും. ജ്യോതിഷം പറയുന്നത് അങ്ങനെയാണ്, അത് ചെയ്യുക. ഇനി ഈ പുണർദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് 12-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അവർക്ക് ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ ദാമ്പത്യ ജീവിത സുഖക്കുറവൊക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ അവർക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള ധനപരമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നഷ്ടസാധ്യതകളും ഒക്കെ അവർക്ക് വന്നു ചേരാനൊരു സമയമാണ്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരും ചെയ്യുക. തീർച്ചയായിട്ടും അവർക്കും നല്ല ഒരു അഭിവൃദ്ധി ഉണ്ടാകും. പ്രതിരോധിക്കുക എന്നുള്ളത് മനുഷ്യ ശരീരം കൊണ്ടാണ്, അതായത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രതിരോധിക്കുക എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. കാരണം ധനനഷ്ടം വന്നാൽ അത് ധനനഷ്ടം വരുന്നത് എങ്ങനെയാണ്? രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാലാണ് ധനനഷ്ടം വരുന്നത്. ആശുപത്രിയിൽ പോവുക, പൈസ ചിലവാകുക, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തനങ്ങളുണ്ടാകുക, ധനനഷ്ടം സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഓരോ രാശിക്കും അല്ലെങ്കിൽ ഓരോ നക്ഷത്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധ ശക്തികൾ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ജ്യോതിഷത്തിലുണ്ട്. അപ്പോൾ അത് പ്രകാരമൊക്കെ ചെയ്താൽ അതും മാറിക്കിട്ടുന്നതാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ മകീരം 2 പാദം, ഇതിനെക്കുറിച്ച് മകീരം 2 പാദം അതും പുണർന്ന നാളുകാർക്കും എല്ലാം ഒരേ അനുഭവം തന്നെയാണ്. കാർത്തിക മുക്കാലിന് അവരുടെ മക്കളെ കൊണ്ട് രോഗദുഃഖ ദുരിതങ്ങൾ നാളത്തെ ദിവസം വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതാണ് പ്രതികൂലം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ നാളത്തെ ദിവസം വ്യാഴത്തെ പ്രീതിപ്പെടുത്തുക. അപ്പോൾ ഇങ്ങനെ ഉള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓം ഗുരുഗ്രഹായ നമഃ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു 108 മന്ത്രം രാവിലെ ചൊല്ലിയാലും ഈ മക്കളുടെ ബാലാരിഷ്ടകൾ, കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ബാലാരിഷ്ടകളൊക്കെ വരുന്നതിൽ നിന്നും അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഒരു കുഞ്ഞിന് അസുഖം വന്ന് ആ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രി കയറി കിടക്കുമ്പോൾ തീർച്ചയായിട്ടും മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ വലിയ നഷ്ടം സംഭവിക്കും. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനിയും ഞായറാഴ്ച ദിവസത്തെ നാളത്തെ പകൽ സമയത്തെ ശുഭസമയം എടുത്തു പറഞ്ഞു തരാം. രാവിലെ 6:17 മുതൽ 9:17 വരെ ശുഭസമയമാണ്. 9:17 വരെ ശുഭസമയമാണ്. പിന്നീട് 10:47 മുതൽ ഉച്ചകഴിഞ്ഞ് 3:17 വരെയും ശുഭസമയമാണ്. ഈ ശുഭസമയം നോക്കി നാളത്തെ ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിത വിജയം നേടണമെന്ന് ജ്യോതിഷം ആഗ്രഹിക്കുന്നു. ഇനി ഈ അധ്യായത്തിൽ പറയുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 1 ഏതൊരു മാസത്തെയും 1, 10, 19, 28 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഒറ്റസംഖ്യ 1 വരുന്നു. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുന്നത് നാളത്തെ ദിവസം പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങളുള്ളവർ മഞ്ഞ, ഇളനീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. അതായത് നാളത്തെ ദിവസം ഏതൊരു മാസം 1, 10, 19, 28 എന്നീ തീയതികളിൽ
ജനിച്ചവർക്ക് അവരുടെ ജന്മസംഖ്യ 1 വരുന്നതുകൊണ്ട് നാളത്തെ ദിവസം അവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരണമെങ്കിൽ ഇപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. അവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ മഞ്ഞ, ഇളനീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങളില്ല എങ്കിൽ പോലും നാളത്തെ ദിവസം അവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. മഞ്ഞ, ഇളനീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായുള്ള കാര്യങ്ങളാണ് നിത്യ വീഡിയോയിൽ കൂടി പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. ഈ സെപ്റ്റംബർ മാസം 2-ാം തീയതി അമാവാസ്യയോടനുബന്ധിച്ചൊരു പ്രത്യേക പൂജ നടത്തുന്നുണ്ട്. ഒരുപാട് നാളുകാർ വളരെ കഷ്ടതയിലും പ്രയാസത്തിലുമാണ്. നമ്മുടെ ഈ ചാനൽ കാണുന്ന ഒരുപാട് പേരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്. അപ്പോൾ അങ്ങനെ ചില കൂറുകാരുടെ ജീവിതത്തിലാണ്, അവർക്ക് വേണ്ടിയാണ് പ്രത്യേകം പൂജ ചെയ്യുന്നത്. അപ്പോൾ ആ പൂജയുടെ ചടങ്ങിൽ സാമ്പത്തികം ആവശ്യമാണ്. അപ്പോൾ അതിലെല്ലാവരും ഭാഗവാക്കാകണം. ഒരാൾക്ക് 100 രൂപ വെച്ച് എല്ലാവരും അതിനകത്ത് ഭാഗവാക്കാകണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. അയച്ചു തരണം. അപ്പോൾ എല്ലാവരും ഈ ചാനലെന്ന് പറയുന്ന മഹാദേവൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്ത ഒരു ചാനലാണ്. ഈ ചാനൽ കണ്ട് ഒരുപാട് പേരുടെ ജീവിതത്തിൽ നന്മയുണ്ടായിട്ടുണ്ട്. ഈ നന്മ ലഭിക്കുന്നവരാരും അതിൻ്റെ ഒരു വീതം തരണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ അവിടെ ഒരു പൂജ നടത്തുമ്പോൾ അതിലെല്ലാവരും ഭാഗവാക്കാകണം. ഒരുപാട് പേരുടെ ജീവിതത്തിൽ മഹാദേവൻ എന്നോട് പറയുമല്ലോ, എനിക്കറിയാം, മഹാദേവൻ എന്നോട് പറയും ഈ ചാനൽ മുഖേന ഒരുപാട് പേരുടെ ജീവിതത്തിൽ നേട്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആരും തിരിച്ചിങ്ങോട്ട് നോക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മെസ്സേജ് മഹാദേവൻ തരുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ ഇതൊരു വ്യക്തിക്ക് വേണ്ടിയല്ല, കൂട്ടായിട്ട്. ഇപ്പം ഗ്രഹങ്ങളുടെ ദോഷം വരുന്നു, അതായത് ചിങ്ങൻ രാശിയിലേക്ക് സൂര്യൻ വരുന്നു, ചന്ദ്രൻ വരുന്നു. അപ്പോൾ ഈ ചന്ദ്രനും സൂര്യനും ഒരേ രാശിയിൽ വന്നാൽ നേത്രരോഗം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നേത്രരോഗം വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം രൂപ ആശുപത്രിയിൽ കൊണ്ട് കളയണം എന്നാലോചിച്ച് നോക്കി, എന്തുമാത്രം രൂപ മുടക്കണം അല്ലേ? അപ്പോൾ അതുപോലുള്ള പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഇതൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ചാനലാണ്. അപ്പോൾ നമ്മൾ കൂട്ടായിട്ട് പ്രവർത്തിക്കുക, ഒരാൾക്ക് വേണ്ടി കരുതുക, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. ഞാനിതിപ്പോൾ ധനസമ്പാദനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. എൻ്റെ ഭാര്യയ്ക്ക് ജോലി ഉള്ളതുകൊണ്ട് ഞാനിത് നിത്യവും മുടങ്ങാതെ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ വരുമാനം നോക്കിയിരുന്നാൽ എൻ്റെ വീട് പട്ടിണിയാവും. അങ്ങനെയല്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇത് കൂട്ടായ്മയാണ്. മഹാദേവൻ എനിക്ക് തന്ന ഒരു ആലോചനയാണ്, മഹാദേവൻ എനിക്ക് തന്ന ഒരു കഴിവാണ്, അത് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവർ, നമ്മളൊരു കൂട്ടായ്മയായിട്ട് ഇതിനെ കാണണം. അപ്പോൾ ഈ അമാവാസ്യയോടനുബന്ധിച്ച് നടക്കുന്ന പൂജയിൽ കഴിവതും ആൾക്കാരൊക്കെ സഹകരിക്കുക. 100 രൂപയല്ലേ ഉള്ളൂ, ഒരാൾക്ക് 100 രൂപയല്ലേ ഉള്ളൂ. ആ 100 രൂപ അയച്ചു തരാൻ ശ്രമിക്കുക. നമുക്കത് എല്ലാവർക്കും വേണ്ടി, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് പൂജ ചെയ്യുന്നത്. എത്രയോ ആൾക്കാർ എന്നെ വിളിക്കുന്നു, തിരുമേനി എൻ്റെ വീട്ടിൽ പ്രശ്നമാണ്, തിരുമേനി പ്രാർത്ഥിക്കണം. തിരുമേനി പ്രാർത്ഥിച്ചു, പ്രശ്നം തീർന്നു, പിന്നെ അവർ ഹാപ്പിയാണ്. പിന്നെ ഒരു പ്രശ്നം വരുമ്പോഴേ തിരുമേനിയെ വിളിക്കുകയുള്ളൂ. അല്ല തിരുമേനി പറയുന്ന ഈ ചാനലിനകത്തൂടെ പറയുന്നത് കേൾക്കത്തില്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനുമായിട്ടൊരു ബന്ധമായി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ചാനൽ കാണത്തില്ല, പിന്നെ അവരെന്നെ ഫോണിൽ വിളിക്കുകയുള്ളൂ. അവർക്കൊരു വിഷയം വരുമ്പോൾ അവരെന്നെ ഫോണിൽ വിളിക്കത്തുള്ളൂ. ഈ ചാനലൊന്നും കാണത്തില്ല. അതങ്ങനെ ഒരു വിഷയവുമുണ്ട്. അപ്പോൾ അവർക്ക് പ്രതിസന്ധി വരുമ്പോൾ എന്നെ വിളിക്കും. അത് കഴിഞ്ഞ് അവരുടെ കാര്യം തീരുമ്പം അവർ പിന്നെ അടുത്ത പ്രതിസന്ധി വരുമ്പോഴേ എന്നെ വിളിക്കത്തുള്ളൂ. അല്ലാതെ ചാനൽ പിന്നെ എല്ലാ ദിവസവും കാണത്തില്ല. ഞാനിതിനകത്തൂടെ പറയുന്നത് എന്താണെന്നുള്ളത് അവർ കേൾക്കുന്ന പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ട് കേൾക്കുന്നവർ മനസ്സിലാക്കുക, ഇത് നമ്മുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഈ നവഗ്രഹ ദോഷങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പൂജയാണ് ചെയ്യുന്നത്. അത് പൈസ തരാത്തവർക്കും തരുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ചിലവിലേക്കാണ് ഈ 100 രൂപ ഞാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് മറ്റൊരാൾക്ക് ചെയ്യുന്നൊരു നന്മ, അത് അങ്ങനെ കാണുക. ആ ഒരു മനസ്സോടുകൂടി കഴിവതും ആൾക്കാരൊക്കെ ഇതിനകത്ത് സഹകരിക്കുക. അപ്പോൾ നമുക്ക് 12-ാം തീയതി പൂജ, വെളുപ്പിനെ ഞാൻ പൂജ ചെയ്യും. തീർച്ചയായിട്ടും ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ എത്ര ആൾക്കാർക്ക് എത്ര പേർക്ക് ലോട്ടറി അടിച്ച് പൈസ കിട്ടി. ഞാൻ ഈ പറയുന്ന സമയമൊക്കെ വെച്ച് നോക്കി അവർ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ലോട്ടറി അടിച്ച് എത്ര പേരുണ്ട്. അപ്പോൾ 5000 കിട്ടിയവരുണ്ട്, 50,000 കിട്ടിയവരുണ്ട്, ഒക്കെ ഉണ്ട്. അതിൻ്റെ ഒരു 100 രൂപ അവർ പിന്നെ തരത്തില്ല, പോട്ടെ, അതിന് അവരുടെ പൈസയ്ക്ക് വേണ്ടിയല്ല. എങ്കിലും ഒരുപാട് പേർക്ക് നേട്ടമുണ്ട്. നമ്മൾക്ക് ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അതാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മളെക്കൊണ്ട് ഈ സമൂഹം, നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പം നമ്മളെക്കൊണ്ട് ഈ സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും. എനിക്ക് തന്ന ഒരു കഴിവ്, മഹാദേവൻ തന്ന ഒരു കഴിവ്, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുക. അതിൽ കൂടെ ആൾക്കാർക്ക് നേട്ടം ഉണ്ടാകട്ടെ, നന്മ ഉണ്ടാകട്ടെ.
മറ്റുള്ളവർ വീട് വെച്ച് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആശുപത്രി ചികിത്സയ്ക്ക് സഹായം കൊടുക്കുന്നു, അങ്ങനെ ഓരോരുത്തരുണ്ട്. പക്ഷെങ്കിൽ അതൊരു വ്യക്തിക്ക് ചെയ്യുമ്പോൾ ഞാൻ എത്ര കുടുംബങ്ങളെയാണ് രക്ഷപ്പെടുത്തുന്നത്, എത്ര കുടുംബങ്ങളിലാണ് സമാധാനവും സന്തോഷവും ഞാൻ കൊടുക്കുന്നത്. കാരണം അവരുടെ ജീവിതത്തിൽ ഈ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെടുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണം വരുത്തി ആ വീട്ടിൽ ഒരു സമാധാനം ഉണ്ടാകുന്നു, സന്തോഷം ഉണ്ടാകുന്നു, അവർക്ക് ഭൗതികമായ നന്മ ഉണ്ടാകുന്നു, അവരുടെ മക്കളുടെ വിവാഹം നടക്കുന്നു, അല്ലെങ്കിൽ ജോലി കിട്ടുന്നു. എല്ലാ കാര്യങ്ങളിലും ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവർ സഹകരിക്കുക. അപ്പോൾ അത് നമ്മളിങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഈ സമൂഹത്തിന് എങ്ങനെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റും ഒരു നന്മ. നമ്മൾ ഈ പഞ്ചഭൂതങ്ങളെ സൗജന്യമായിട്ട് അനുഭവിച്ച് ജീവിക്കുന്നവരല്ലേ. ഈ വായു നമ്മൾ വില കൊടുക്കാതല്ലേ വാങ്ങിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രകൃതീശ്വരൻ നമുക്ക് സൗജന്യമായിട്ട് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അധ്വാനിച്ച് കിട്ടുന്നതിൻ്റെ ഒരു ചെറിയൊരു വീതം നമ്മളും കൊടുക്കണം. അത് കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നുള്ളൊരു മനോഭാവത്തോടു കൂടി നമ്മൾ ചെയ്യണം. എങ്കിൽ മാത്രം നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും അത് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ ഒരു മനോഭാവം പ്രിയപ്പെട്ടവർ ഉണ്ടാകണം. അപ്പോൾ സഹകരിക്കുക. ഞാൻ ഈ പറഞ്ഞതില്ല, അവതരിപ്പിച്ചാലോ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നമുക്കിനി നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം, നാളെ ഫലം തരുന്ന അല്ലെങ്കിൽ നാളത്തെ ദിവസം ജീവിതത്തെ നിയന്ത്രിക്കുന്ന സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം, നാളെ ചന്ദ്രൻ ബലഹീനനാണ്. ചന്ദ്രൻ അമാവാസ്യയോട് എടുക്കുന്നു. ചന്ദ്രന് കാര്യമായ റോളൊന്നുമില്ല. അപ്പോൾ നാളത്തെ ദിവസം ഞായറാഴ്ച ദിവസമാണ്, സൂര്യൻ്റെ ദിവസമാണ്. സൂര്യനാണ് നാളത്തെ ദിവസം അനുഭവങ്ങളെ തരുന്നത്. സൂര്യൻ 5-ാം ഭാവത്തിലാണ്, മേടക്കൂറുകാരുടെ 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ഇവർക്ക് ആവശ്യമായ ബുദ്ധിയെ കൊടുക്കും. പക്ഷെ പല കാര്യങ്ങളിലും കുറവുണ്ടാകും. ഇവർക്ക് ധനപരമായ ബുദ്ധിമുട്ട് പ്രതീക്ഷിക്കാം, ബന്ധുക്കളുടെ സഹകരണക്കുറവ് അനുഭവപ്പെടാം, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ കൃത്യസമയത്ത് ആഹാരമൊന്നും കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പല കാര്യങ്ങളിലും വ്യാപൃതരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അലഞ്ഞൊക്കെ നടക്കേണ്ട ഒരു ദിവസമായിരിക്കും. പുത്രദുഃഖത്താൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട്, ആൺമക്കളാൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട്. ചിലർക്ക് വീട് വിട്ടെവിടെയെങ്കിലും പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചിലർക്ക് ദേഷ്യം വരും, അവർ ക്രൂരകൃത്യങ്ങളിൽ അകപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർ കടന്നു പോവുക. അവർക്ക് കുടുംബസുഖവും തൊഴിൽ ഗുണവും ധനപരമായ നേട്ടവും ഉണ്ടെങ്കിൽ പോലും നാളത്തെ ദിവസം ധനത്തിൻ്റെ സ്ഥിതി അവർക്ക് തൃപ്തികരമായ അനുഭവത്തെ കൊടുക്കില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. നാളത്തെ ദിവസം അവർക്ക് തൃപ്തികരമായ ഒരു അനുഭവം ഉണ്ടാകണമെന്നില്ല. അവർക്ക് തൊഴിൽ മേഖലയിൽ കൂടി ഇപ്പോൾ ധനം വന്നിരുന്ന ഒരു സമയമാണ്. അവർക്ക് വ്യാഴം അവരെ അനുഗ്രഹിച്ച് നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ തൊഴിൽ മേഖല പുഷ്ടിപ്പെട്ട് തൊഴിൽ മേഖലയിൽ കൂടി ധനം വന്നു ചേരുന്ന ഒരു ദിവസമാണെങ്കിൽ പോലും നാളത്തെ ദിവസം അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ തൊഴിൽ മേഖലയിൽ പോകുവാൻ പറ്റാതെ വന്ന്, അല്ലെങ്കിൽ ധനത്തിൻ്റെ സ്ഥിതിയിൽ കുറവ് വരുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അത് സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം 5-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഇവർക്ക് ഇപ്രകാരമുള്ള അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം കൊടുക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അവർക്ക് ദാമ്പത്യ ജീവിത സുഖം ഉണ്ടാകണമെന്നില്ല. ദാമ്പത്യ ജീവിത സുഖക്കുറവും അവർക്കുണ്ട്, ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം അവരുടെ 7-ാം ഭാവം എന്ന് പറഞ്ഞാൽ തുലാം രാശിയാണ്. തുലാം രാശിയുടെ അഷ്ടമത്തിലാണ് ആര് നിൽക്കുന്നത്? വ്യാഴം നിൽക്കുന്നത്. ഇപ്പം മേടക്കൂറിൽപ്പെട്ട അശ്വതി നക്ഷത്ര ജാതകൻ തുലാക്കൂറിൽപ്പെട്ട ചോതി നക്ഷത്ര ജാതക വിവാഹം ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത സുഖക്കുറവുണ്ടാകും. ഭർത്താവിന് തൊഴിൽ മുഖേന ധനം വന്നു ചേരും. ഭർത്താവിൻ്റെ കുടുംബത്തിൽ സുഖവും സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാകും. പക്ഷെങ്കിൽ ഈ ഭാര്യ മുഖേന, ഭാര്യയുടെ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ഭാര്യ മുഖേനയുള്ള പ്രതിസന്ധികളും അവർക്കുണ്ടാകും. അപ്പോൾ അതാണ് അവിടെ ഇങ്ങനെയൊക്കെയാണ് അനുഭവങ്ങൾ പോകുന്നത്. അപ്പോൾ അത് അവർക്ക് നാളത്തെ ദിവസം എന്താണ്, കൃത്യസമയത്ത് പോലും ആഹാരം കഴിക്കാൻ പറ്റാതെ വരും. അതാണ് അവർക്ക്. പക്ഷേ അവർക്ക് തൊഴിൽ ഗുണമുണ്ട്. മേടക്കൂറുകാർക്ക് തൊഴിൽ ഗുണമുണ്ട്. തൊഴിൽപരമായി അവർക്ക് ധനം വന്നിരുന്ന സമയമാണ്. കഠിനാധ്വാനം ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ്. പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇവരെ തേടി വരുന്നൊരു സമയമാണ്. അതാണ് ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തന്നത് എന്നുള്ള പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് 4-ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. 4-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും മാതൃഗുണം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഒന്നും വേണ്ടത്ര അനുകൂലമായ ഫലങ്ങൾ ഈ നാളുകാർക്ക് നാളത്തെ ദിവസം കൊടുക്കില്ല എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ അത് പ്രിയപ്പെട്ട നാളുകാർ അറിഞ്ഞുകൊള്ളുക.
അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കലഹത്തിലാവപ്പെടാൻ സാധ്യതയുണ്ട്, കേസിലൊക്കെ ആവപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉയർച്ച താഴ്ചകളൊക്കെ വന്നു ചേരാം. അതായത് ചിലപ്പോൾ വിറ്റുപോകാം, ചിലപ്പോൾ വാഹനം വാങ്ങിക്കാം. എങ്കിലും ഇതിൻ്റെ ഒരു ഐശ്വര്യം സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രതിസന്ധി അനുഭവപ്പെടാം. അപ്പം വീട്, വസ്തു ഒക്കെ അല്ലെങ്കിൽ ഇപ്പം ഭൂമി അല്ലെങ്കിൽ ഒരു പുരയിടം വിൽക്കാനുണ്ടെങ്കിൽ അത് ആൾക്കാർ വന്ന് കണ്ടിട്ട് അവർ വന്ന് വാങ്ങിക്കാം, വാങ്ങിക്കാതിരിക്കാം. അതിനൊരു സ്ഥായിയായ സ്ഥിരമായ ഒരു കാര്യം ഈ സൂര്യൻ കൊടുക്കത്തില്ല. ചിലപ്പോൾ അവർ ജനിച്ച സമയത്ത് സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം ഇഷ്ടഭാവത്തിലാണ് നിന്നിരുന്നതെങ്കിൽ നല്ല ലാഭത്തിൽ തന്നെ അത് വിൽക്കാൻ കഴിയും. ചിലപ്പോൾ അത് നഷ്ടത്തിലായിരിക്കും പോകുന്നത്. അതൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതികളൊക്കെ വരുമ്പോൾ അത് ജനന സമയവുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ ഫലം പൂർണ്ണമായിട്ടും വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞിരിക്കണം. എന്തായാലും ഒരു ശുഭഗ്രഹം തരുന്നത് പോലെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടം ഒരു പാപഗ്രഹമായ സൂര്യൻ 4-ാം ഭാവത്തിൽ നിന്നാൽ കിട്ടുകയില്ല. സൂര്യൻ 3-ാം ഭാവത്തിലായിരുന്നെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് വളരെ നല്ല ഒരു അനുഭവം നാളത്തെ ദിവസം മിഥുനക്കൂറുകാർക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ്. പുണ്യതീർത്ഥ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാൻ സാധ്യതയുണ്ട്. ബുദ്ധിപരമായുള്ള പ്രവർത്തന വിജയം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. അതുപോലെ തന്നെ ഇവർക്ക് എതിരെ ഉണ്ടാകുന്ന ശത്രുക്കളെല്ലാം ഇവരൊന്നും ചെയ്യാതെ തന്നെ ശത്രുനാശം സംഭവിക്കുന്ന ദിവസമാണ്. നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുന്ന ദിവസമാണ്. നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകുന്ന ദിവസമാണ്. നല്ല കുട്ടികളിൽ നിന്നുള്ള നല്ല അനുഭവം വന്നു ചേരുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം മിഥുനക്കുറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് എന്നുള്ളത് അറിഞ്ഞുള്ളൂ. എങ്കിലും അവരുടെ മൂത്ത സഹോദരൻ ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി മൂത്ത സഹോദരന് യാതൊരുവിധ ആപത്തോ അനർത്ഥങ്ങളോ ഒന്നും വന്നില്ലെങ്കിൽ പോലും പിതാവിൻ്റെ സഹോദരന് സംഭവിക്കാം, ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം സംഭവിക്കാമെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് 2-ാം ഭാവത്തിലാണ് ഈ സൂര്യൻ നിൽക്കുന്നത്. 2-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ഇവർക്ക് ഗുണം ചെയ്യില്ല, ദോഷമാണ് ചെയ്യുക. കുടുംബത്തിൽ കലഹം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കർക്കിടകക്കൂറുകാർക്ക് അഷ്ടമത്തിൽ ശനി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അഷ്ടമത്തിൽ ശനി നിൽക്കുന്നു, അത് നല്ലതല്ല. 2-ൽ സൂര്യൻ നിൽക്കുന്നു, അത് നല്ലതല്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഗ്രഹസ്ഥിതി വരുമ്പോൾ നാളത്തെ ദിവസം അവർക്ക് അനുകൂലമായ ഒരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. കുടുംബത്തിൽ പരസ്പരം കലഹമുണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ള, പരസ്പരം ചേർച്ചയില്ലാത്ത ഒരു ജീവിതാനുഭവമായിരിക്കും. ഭാര്യയും മക്കളും ഭർത്താവും ഒക്കെ ആയിട്ട് പരസ്പരം ചേർച്ചയില്ലാത്ത ഒരു ജീവിത സാഹചര്യം ഉണ്ടാകാം. ഇനി അവർ തമ്മിൽ വളരെ സ്നേഹത്തിലാണെങ്കിൽ രോഗദുഃഖ ദുരിതങ്ങളാൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികൾ അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. ദുഃഖിതരായി തീരുവാൻ സാധ്യതയുണ്ട്. ചില കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് മണിക്കൂറുകളോളം ഇരിക്കും. ഒരെത്തും പിടിയും കിട്ടാത്ത വിധത്തിൽ ആലോചിച്ചിരിക്കുവാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അവർ പല കാര്യങ്ങളിലും നിരാശയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നവരാണ്. ഇപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് അഷ്ടമത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് അവർക്ക് പല വിഷയങ്ങളിലും നിരാശ അനുഭവപ്പെട്ട് ജീവിക്കുന്നൊരു സമയമാണ്. ഒന്നിലും ഒരു പുരോഗതി അവരുടെ ജീവിതത്തിൽ ഇല്ല. തൊഴിൽ പുരോഗതി അല്ലാതെ അവർക്കൊന്നിലും മറ്റു കാര്യങ്ങളിലൊന്നും അവർക്കില്ല. എന്തെങ്കിലും തൊഴിലൊക്കെ കാണും, എങ്കിലും പല കാര്യങ്ങളെ ഓർത്ത് ഭാരപ്പെട്ട് അവർ നീറി പുകഞ്ഞാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അന്തമില്ലാത്ത ചിന്താലോകത്ത് ഇവരിങ്ങനെ വിരഹിക്കുന്ന അല്ലെങ്കിൽ വിരാജിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവമൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം. ഇനി കുടുംബാംഗങ്ങൾ തമ്മിൽ കലഹിച്ചില്ലെങ്കിൽ പോലും അവർ ദുഃഖിതരായി തീരുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്തരം, കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ സൂര്യൻ അവരുടെ ജന്മഭാവത്തിൽ തന്നെ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ആ സൂര്യന് ബലം കൊടുക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് സൂര്യൻ്റെ 10-ൽ വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹം നിൽക്കുന്നത്. അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അനുകൂലമായൊരു ദിവസമാണ്. ദൈവാധീനം ഉണ്ടാകും. നല്ല അനുഭവങ്ങളൊക്കെ അവർക്ക് നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം. അങ്ങനെ ബുദ്ധി കൊണ്ടും മക്കളെ കൊണ്ടും ഒക്കെ നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ അവർക്ക് നല്ല നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഭാഗ്യാനുഭവങ്ങളൊക്കെ അവരെ തേടി വരുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. എന്നാൽ ചിലരെ സംബന്ധിച്ച് ചിലർക്കൊക്കെ ഈ ഒരു പ്രശ്നമുണ്ട്. തൊഴിൽ ഇഷ്ടം പോലെ ഉണ്ടാകും, പക്ഷേ തൊഴിൽ ചെയ്തു കൊടുക്കാൻ പറ്റാതെ വരും. അതൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ
10-ാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴമാണ്. 10-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപനാണ്, 8-ാം ഭാവത്തിൻ്റെ അധിപനാണ്. അപ്പോൾ അഷ്ടമത്തിൻ്റെ അധിപനാണ് വ്യാഴം, പക്ഷെങ്കിൽ ഇവരുടെ ത്രികോണഭാവത്തിൻ്റെ അധിപനുമാണ്. അപ്പോൾ ത്രികോണഭാവത്തിൻ്റെ അധിപനുമാണ് വ്യാഴം. ഈ ത്രികോണഭാവത്തിൻ്റെ അധിപൻ 10-ാം ഭാവത്തിൽ നിൽക്കുന്നത് രാജയോഗമാണ്. അപ്പോൾ ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് കുറേ ആൾക്കാർക്കൊക്കെ രാജയോഗ തുല്യമായ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ചിലരെ സംബന്ധിച്ച് തൊഴിലിഷ്ടം പോലെ കിട്ടുമെങ്കിലും കൃത്യസമയത്ത് തൊഴിലിന് പോകാനോ തൊഴിൽ ചെയ്തു കൊടുക്കുവാനോ, ഈ സ്ഥിരജോലിയുള്ളവരുടെ കാര്യമല്ല പറയുന്നത്, അല്ലാത്തവർക്കൊക്കെ അത് ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇവർക്ക് ചിങ്ങക്കൂറുകാർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, ഭർത്താവിന് രോഗം. ഇപ്പം ചിങ്ങക്കൂറുകാരിൽ ഒരാൾ തുലാക്കൂറിലുള്ള ഒരാളാണ് വിവാഹം ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ദാമ്പത്യ പ്രശ്നം ഉണ്ടാകും. കാരണം തുലാക്കൂറുകാരുടെ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നു. അപ്പോൾ ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപൻ, ചിങ്ങക്കൂറുകാരുടെ അഷ്ടമത്തിൻ്റെ അധിപനാണ് തൊഴിൽ ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇഷ്ടംപോലെ തൊഴിലുണ്ട്, ഈ ഭർത്താവിനോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ രോഗദുഃഖ ദുരിതങ്ങൾ മൂലം ഇവർക്ക് തൊഴിൽ പോകാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഈ ചിങ്ങക്കൂറുകാരുടെ അഷ്ടമത്തിൻ്റെ അധിപനാണ്. തൊഴിൽ കൊടുത്തിട്ട് അവിടെ തൊഴിൽ തടസ്സം ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ തൊഴിൽ മേഖല ഇല്ലാതാക്കും, അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണെങ്കിൽ പൂട്ടിക്കാൻ നോക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ചിങ്ങക്കൂറുകാർക്ക് വന്നു ചേരാൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇവർക്കൊക്കെ വേണ്ടി ഈ പൂജ ചെയ്യുന്നത്. അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ഇത്രയൊക്കെ വിശദീകരിച്ച് പറഞ്ഞാലും 100 രൂപ അയച്ചതെന്ന് എന്നെയും കൂടെ പൂജയിൽ ഉൾപ്പെടുത്തണമെന്ന് പറയാൻ ആർക്കും താല്പര്യമില്ല. അതാ മറ്റൊരു കാര്യം. അപ്പോൾ ഇതൊക്കെ അവർക്ക് ഇങ്ങനെ ആശുപത്രി എന്തുമാത്രം പണമാണ് ആശുപത്രി തോറും കയറി ഇറങ്ങി നടക്കാൻ വേണ്ടിയത്. അപ്പോൾ വെറും ഒരു പ്രാർത്ഥന കൊണ്ടോ ഒരു പൂജ കൊണ്ടോ ഒക്കെ ഇത് ഒരുപാട് ഒരു 80% 90% ഒക്കെ പരിഹരിച്ച് കിട്ടും. പക്ഷേ എങ്കിലും ആൾക്കാർക്ക് താല്പര്യമില്ല. അപ്പോൾ ഇതാണ് ഓരോ ഭവനങ്ങളിൽ നടക്കുന്ന ഒരു സാഹചര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഒരു ഭവനത്തിൽ ചിങ്ങക്കൂറുകാരനും ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാലും അല്ലെങ്കിൽ തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം ചോതി വിശാഖം 3/4 നാളുകാരുമായിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ഇത് തന്നെയാണ് സ്ഥിതി. അതിന് യാതൊരു മാറ്റവുമില്ല. അങ്ങനെ തന്നെയാണ് ആ കുടുംബത്തിൻ്റെ അവസ്ഥ. അപ്പോൾ അതാണ് ഞാനിത് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ അതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി നമ്മൾ ചിന്തിക്കുന്നത് കന്നിക്കൂറുകാരുടെ കാര്യമാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം 3/4 അത്തം ചിത്തിര 2 പാദം നാളുകാർക്ക് അവരെ സംബന്ധിച്ചോളം അവരുടെ ഗ്രഹനില നോക്കിയാൽ ഇപ്പോൾ അവരുടെ ജന്മഭാവത്തിൽ കേതു നിൽക്കുന്നു, 6-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു, അവർക്ക് 12-ൽ സൂര്യൻ നിൽക്കുന്നു, ജന്മഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു, 11-ൽ ബുധൻ നിൽക്കുന്നു, 10-ൽ ചൊവ്വ നിൽക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് കന്നിക്കൂറുകാർക്ക് ഉദ്ദേശിച്ച പോലെയുള്ള നേട്ടമില്ല? അവർ പൂർണ്ണ തൃപ്തരല്ല. കന്നിക്കൂറുകാർ പൂർണ്ണ തൃപ്തരല്ല. അതാണൊരു വിഷയം. അതെന്താണ്? അവരുടെ ദാമ്പത്യ ജീവിത ഭാവത്തിൻ്റെ അധിപൻ ഭാഗ്യഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ദാമ്പത്യ ജീവിതം കൊണ്ട് ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ഒരു സമയമാണ്. വന്നു ചേരുന്നുണ്ടോ? ഇല്ല, പൂർണ്ണമായിട്ടും വന്നു ചേരുന്നില്ല. 6-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. 6-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് നല്ലതാണ്. രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതിനെല്ലാം ശനി ഇല്ലാതാക്കി തടഞ്ഞു നിർത്തും. എങ്കിലും അവർക്കൊരു വേണ്ടതായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നില്ല. 10-ൽ ആര് നിൽക്കുന്നു? 10-ൽ ചൊവ്വ നിൽക്കുന്നു. 10-ൽ ചൊവ്വ നിന്നാൽ നല്ലതാണ്, തൊഴിൽപരമായുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. 11-ൽ ബുധൻ നിൽക്കുന്നു. 11-ൽ ബുധൻ നിന്നാലും നല്ലതാണ്. 12-ൽ സൂര്യൻ നിൽക്കുന്നു. അവരുടെ ജന്മഭാവത്ത് കേതു നിൽക്കുന്നു. അപ്പോൾ എന്താണ് പ്രശ്നം? പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 7-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നു. ആ കേന്ദ്രഭാവത്തിൽ രാഹു നിൽക്കുന്നതാണ് ഈ കന്നിക്കൂറുകാരുടെ ജീവിതത്തിലൊരു നല്ല പുരോഗതി അങ്ങോട്ട് ഉണ്ടാകാത്തത്. മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ എല്ലാം നല്ലതാണ്. 6-ൽ ശനി നിൽക്കുന്നത് നല്ലതാണ്, 10-ൽ ചൊവ്വ എന്നാൽ ദോഷമില്ല, 11-ൽ ബുധനുണ്ട്. പക്ഷേങ്കിൽ ഇവരുടെ 7-ാം ഭാവത്തിൽ ഈ രാഹു നിൽക്കുന്നു, ജന്മത്തിൽ കേതു നിൽക്കുന്നു. അപ്പോൾ അത് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചോളം പൂർണ്ണമായിട്ടുള്ള ഒരു നേട്ടം വരാത്തതിൻ്റെ കാരണം ഇത് തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ പ്രതിസന്ധിയിൽ കൂടിയാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നത്. നാളത്തെ ദിവസം അവർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാവുന്നൊരു ദിവസമാണ്. 12-ൽ നിൽക്കുന്ന സൂര്യൻ ഇവർക്ക് ധനഹാനിയും പുത്ര ദുഃഖവും, പിതാവിനോട് ശത്രുത അല്ലെങ്കിൽ കുടുംബനാഥനോട് ശത്രുത അല്ലെങ്കിൽ മക്കളോട് ശത്രുത അല്ലെങ്കിൽ ധനപരമായ നഷ്ടം, അങ്ങനെ പ്രതിസന്ധികൾ നിറഞ്ഞൊരു ജീവിത സാഹചര്യമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം 3/4 നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവർക്ക് 11-ലാണ്
തുലാക്കൂറുകാരെ സംബന്ധിച്ച് 11-ലാണ് സൂര്യൻ നിൽക്കുന്നത്. 11-ൽ നിൽക്കുന്ന സൂര്യൻ അവർക്ക് ഒരുപാട് നേട്ടങ്ങളെയൊക്കെ കൊടുത്താലും നാളത്തെ ദിവസം പുത്ര ദുഃഖത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ആൺമക്കൾ മുഖേനയുള്ള ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ വന്ന് അത് മുഖേന അവർ ദുഃഖിതരായി തീരുവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനുരം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് 10-ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. 10-ാം ഭാവത്തിൽ കേന്ദ്രഭാവത്തിൽ ശുഭഗ്രഹം നിന്നാൽ നേട്ടമാണ്. പക്ഷെങ്കിൽ 10-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ഒരു പാപഗ്രഹത്തെ പോലെ ഫലം കൊടുക്കും. അതായത് ഒരു ശുഭഗ്രഹം ചെയ്യുന്ന ഫലം തന്നെ 10-ൽ നിൽക്കുന്ന പാപഗ്രഹവും കൊടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ ആ കൊടുക്കുന്ന ഗുണത്തേക്കാൾ ഏറെ ഒരു ദോഷവും കൂടി കൊടുക്കും. അതാണ് ഒരു പ്രത്യേകത. ശുഭഗ്രഹം നിന്നാൽ പൂർണ്ണമായിട്ടും നേട്ടം തന്നെയായിരിക്കും. പക്ഷെങ്കിൽ പാപഗ്രഹം നിന്നാൽ കുറേയേറെ നേട്ടങ്ങൾ തരും. അതിനേക്കാൾ വേദനാജനകമായിട്ടുള്ളൊരു ദുഃഖവും അവർക്ക് കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇപ്പം പിതാവിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ലഭിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. എന്താണ് നേട്ടം പ്രതീക്ഷിക്കാം? തൊഴിൽ ഗുണം പ്രതീക്ഷിക്കാം. തൊഴിലിടങ്ങളിൽ നിന്നുള്ള നേട്ടം, തൊഴിൽ മേലധികാരികളിൽ നിന്നുള്ള നേട്ടങ്ങൾ, ഭാര്യാസുഖം, സൗഭാഗ്യം, മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക, അഭിമാനം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്താൽ പോലും നാളത്തെ ദിവസം ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രതിസന്ധി, രോഗമാകട്ടെ, ശത്രുതയാകട്ടെ, ധനപരമായ നഷ്ടമാകട്ടെ, ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ അവർക്ക് കൊടുക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അത് പാപഗ്രഹം ഒരു 10-ാം ഭാവത്തിൽ നിന്നാൽ ഇങ്ങനെയാണ് ഫലം വരിക എന്നുള്ളതാണ്. ശുഭഗ്രഹമാണെങ്കിൽ 100% നല്ല അനുഭവങ്ങൾ തന്നെയാണ്. പാപഗ്രഹം നിന്നാൽ ഒരു പാപപ്രവൃത്തി അവൻ ചെയ്തിരിക്കും, ആ ഗ്രഹം ചെയ്തിരിക്കും എന്നുള്ളതാണ് ജ്യോതിഷം വ്യക്തമായിട്ട് പറയുന്ന കാര്യം. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് ത്രികോണഭാവത്തിലാണ്, 9-ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. അത് അവർക്ക് ഒട്ടും അനുയോജ്യമായ ഒരു ദിവസം അല്ല എന്നുള്ളത് പലരും വിചാരിക്കും. എന്നാൽ അങ്ങനെയല്ല. സൂര്യൻ 9-ൽ നിൽക്കുന്നത് നല്ലതാണ്. ത്രികോണഭാവത്തിൽ ഏത് പാപഗ്രഹം നിന്നാലും നല്ല ഫലത്തെ കൊടുക്കുമെന്നാണ് പറയുന്നത്. സത്യസന്ധതയോടുകൂടി ഈ നാളുകാർ നാളത്തെ ദിവസം പെരുമാറും. ഈശ്വരവിശ്വാസം വർദ്ധിക്കുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ധനം വന്നു വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ഭാഗ്യം കൊണ്ട് ധനം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. നല്ല അറിവുള്ളവരെ പോലെ വളരെ മര്യാദയോടുകൂടി പെരുമാറുന്നൊരു ദിവസമാണ്. ബന്ധുജനങ്ങളുമായിട്ടുള്ള നല്ല സഹകരണം ഉണ്ടാകുന്നൊരു ദിവസമാണ്. എന്നാൽ അവിടെ ഒരു ദോഷമുണ്ട്. പിതാവിനോട് അനിഷ്ടകാരനായിട്ട് ജീവിക്കും. ഞാൻ പറഞ്ഞല്ലോ, പാപഗ്രഹമാണ് ത്രികോണത്തിൽ നിൽക്കുന്നത്. അപ്പം പാപഗ്രഹം ഒരുപാട് നന്മ ചെയ്താലും ഏതെങ്കിലും ഒരു ദോഷത്തെ കൊടുക്കും. ഇവിടെ എന്താണ്? പിതാവുമായിട്ട് ശത്രുതയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നേട്ടമുണ്ട്. ദൈവവിശ്വാസം വർദ്ധിക്കും. ഒരുപക്ഷെ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി ദർശനമൊക്കെ നടത്തിയിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ഛനും മകനും കൂടെ ഉടക്കുണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം. പാപഗ്രഹം ഈ 9-ൽ നിന്നാലും 10-ൽ കേന്ദ്രഭാവത്തിൽ നിന്നാലും ത്രികോണഭാവത്തിൽ നിന്നാലും ഫലങ്ങൾ കൊടുക്കും. പക്ഷെങ്കിൽ അതോടൊപ്പം ദോഷത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതാണ് ഇങ്ങനെയുള്ള അനുഭവം വന്നിരുന്നു എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് അഷ്ടമത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന സൂര്യൻ തൊഴിൽ ഭാവത്തിൻ്റെ അല്ലെങ്കിൽ തൊഴിലിൻ്റെ കാരഗ്രഹമായ സൂര്യൻ നാളത്തെ ദിവസം തൊഴിലിടങ്ങളിൽ പോകുന്നവർ ശ്രദ്ധിക്കുക. അവിടെ പോയി തൊഴിലധികാരിയുമായിട്ട് അല്ലെങ്കിൽ മേലധികാരികളുമായിട്ട് ഉടക്കുണ്ടാക്കരുത്. അങ്ങനെ ഉടക്കുണ്ടാക്കണമെന്ന് തോന്നും, 2 വാക്ക് സംസാരിക്കണമെന്ന് തോന്നും. ഈ ജോലിയില്ല, എനിക്ക് വേറെ ജോലി കിട്ടും എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ ഇവരുടെ മനസ്സിലേക്ക് വന്നു ചേരും. അപ്പോൾ അങ്ങനെ ഇവർ പ്രശ്നമുണ്ടാക്കി ഉള്ള തൊഴിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളത്. അഷ്ടമത്തിൽ നിൽക്കുന്ന സൂര്യൻ കഷ്ടത്തെ കൊടുക്കും, തൊഴിൽപരമായുള്ള നഷ്ടത്തെ കൊടുക്കും. ഒരു സ്ഥാപനമാണെങ്കിലും സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് ഉടക്കാൻ തോന്നും, അല്ല അവരോട് തട്ടിക്കയറാൻ തോന്നും. അതൊക്കെ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകളാണ്. ഇപ്പം എന്നെ ആരും തോൽപ്പിക്കാനില്ല, എന്നെ കഴിഞ്ഞ് ആരും ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു മനോഭാവം തന്നിട്ട്, അത് ബുദ്ധി കൊണ്ട് തന്നിട്ട് ആ ബുദ്ധി വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ശത്രുത ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. എന്നാൽ ഈ സമയം നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ചെയ്യാനുള്ളൊരു മനസ്സും ഈ സൂര്യൻ നമുക്ക് ബുദ്ധിയിൽ കൂടി തരുന്നൊരു ദിവസമായിരിക്കും. ചിലർക്കൊക്കെ വിദേശത്ത് പോകാനുള്ള സാഹചര്യത്തെക്കുറിച്ച് ഒരു ചിന്ത കൊടുക്കും. പിന്നെ ഇതാണൊരു വിഷയം. അതിയായി വിശ്വസിക്കുന്നവരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നോ തിക്താനുകളുണ്ടാകുന്നത് ഈ സ്വന്തം ബുദ്ധി കൊണ്ട് ചെയ്യുന്ന ബുദ്ധിമോശം കൊണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അത് സൂര്യൻ തരുന്നൊരു ബുദ്ധിയാണ്. അഷ്ടമത്തിൽ നിൽക്കുന്ന സൂര്യൻ ഇങ്ങനെ ഒരു ആലോചന തരുമ്പോൾ നമ്മൾ അതിയായി വിശ്വസിക്കുന്നവർ പോലും ശത്രുക്കളായി മാറും എന്നുള്ളൊരു സാഹചര്യമാണ് തരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പൂട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് 7-ലാണ് സൂര്യൻ നിൽക്കുന്നത്. ഭാര്യ ഭർത്തൃ സുഖം 7-ാം ഭാവം എന്ന് പറഞ്ഞാൽ ദാമ്പത്യ ജീവിത ഭാവമല്ലേ. അപ്പോൾ അവിടെ ഒരു പാപഗ്രഹം നിന്നാൽ നേട്ടത്തെ കൊടുക്കുമോ? ഇല്ല.
അപ്പോൾ അവിടെ നിന്നാൽ എന്ത് ദോഷത്തെ തന്നെ ചെയ്യത്തുള്ളൂ. ഭാര്യ ഭർത്തൃ സുഖഹാനി ഉണ്ടാകും, മനോദുഃഖം, മാനഹാനി, അല്ലെങ്കിൽ കലഹം, അടി, തല്ല്, പരസ്പരം ഉപദ്രവം. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. കോപം വർദ്ധിക്കും. കോപം വർദ്ധിച്ചു കഴിയുമ്പോൾ ബുദ്ധി വർക്കുകയും ഇന്നതെടുത്ത് തലയ്ക്കടിക്കാൻ പറഞ്ഞ് അങ്ങനെ അടിപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെയാണ് സൂര്യൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് 7ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ഭാര്യയും ഭർത്താവും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടി തുടങ്ങുന്ന ഒരു ദിവസമായിരിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വേണം നാളത്തെ ദിവസം ജീവിക്കാൻ. ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അത് മുഖേന കുടുംബത്തിൻ്റെ സ്വസ്ഥത സമാധാനം ഇല്ലാതാകും. എല്ലാ കാര്യങ്ങളിലും അതിൽ മുഖേനയുള്ള പ്രതിസന്ധികൾ വന്നു ചേരും. അതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നത്തിലായാൽ അവരുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും പ്രതികൂലമാണെന്നാണ്. അതിനെക്കുറിച്ച് ഓരോന്നും വിവരിച്ച് പറഞ്ഞ സമയം കളയണ്ടല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതി കാലത്തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് അവർക്ക് നാളത്തെ ദിവസം സൂര്യൻ നിൽക്കുന്ന 6ാം ഭാവത്തിലാണ്. നല്ല അനുഭവത്തെ കിട്ടുന്നൊരു ദിവസമാണ്. തനതാൻ നേട്ടം, കീർത്തി, അതുപോലെ തന്നെ നല്ല ദാമ്പത്യ ജീവിത വിജയം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധം വർദ്ധിക്കുന്ന ദിവസം, അവർക്ക് ബന്ധുക്കളുടെ ഗുണം കിട്ടുന്ന ദിവസം, നല്ല ആരോഗ്യമുള്ള ദിവസം, ശത്രുക്കളെ ജയിക്കുന്ന ദിവസം, സൽപ്രവർത്തികൾ ചെയ്ത് നാട്ടിൽ ശോഭിക്കുന്ന ദിവസം, ബുദ്ധിപരമായ വിജയം കൈവരിക്കുന്ന ദിവസം, അങ്ങനെ ഒരുപാട് നേട്ടങ്ങളും നന്മകളും വന്നിരുന്നൊരു ദിവസമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം എന്നുള്ളത് മീനക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ എല്ലാ ദിവസവും ഈ വീഡിയോ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വെറും വാക്കല്ല, ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ അനുഗ്രഹത്താൽ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. മഹാദേവൻ തന്ന നിർദ്ദേശപ്രകാരം ചെയ്യുന്നൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും എല്ലാവരിലും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകും. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. നാളത്തെ നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ ചിത്രം എന്താണെന്ന് ചോദിച്ചാൽ, നാളത്തെ ദിവസം ബുദ്ധിപരമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നൊരു ദിവസമാണ്. ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും നമ്മുടെ കേരളത്തിൽ നടക്കുന്നൊരു ദിവസമാണ്. അങ്ങനെ വലിയ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ അവസാനം പരാജയത്തിൽ എത്തിച്ചേരുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അടുത്ത ദിവസത്തെ പത്രവാർത്തകളിൽ കൂടി അതെല്ലാം പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ കേരളത്തിൽ ഓരോ ദിവസവും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കാലാവസ്ഥ പറയുന്നതും കൃത്യമാണ്. നമ്മുടെ കേരളത്തിലെ പഞ്ചാംഗ പ്രകാരം ഇപ്പോൾ ചന്ദ്രൻ കർക്കിടകൻ രാശിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ചന്ദ്രൻ ബലഹീനനാണ്. ചന്ദ്രൻ ചൊവ്വയുടെയും സൂര്യൻ്റെയും മധ്യത്തിലൂടെയാണ്, 2 പാപഗ്രഹങ്ങളുടെ മധ്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ചന്ദ്രൻ കടന്നു പോകുന്നത്. കേരളത്തിൽ വലിയ മഴ, അതിശക്തമായ മഴയ്ക്കോ വെള്ളപ്പൊക്കത്തിനോ ഒന്നും സാധ്യതയില്ല. മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. നമുക്കത് ബാധകമല്ല. കേരളത്തിലെ പഞ്ചാംഗ പ്രകാരമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. പഞ്ചാംഗമൊക്കെ ഓരോ സംസ്ഥാനത്തിലും വ്യത്യാസപ്പെട്ടിരിക്കും. അവരുടെ ആചാര രീതികളും അവരുടെ ഭൂപ്രകൃതിയും കാലാവസ്ഥയൊക്കെ അനുസരിച്ചിരിക്കും. നമ്മുടെ കേരളത്തിലെ സ്ഥിതി അനുസരിച്ച് നാളത്തെ ദിവസം അതിശക്തമായ മഴയൊന്നും പെയ്യാൻ സാധ്യതയില്ല. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.